ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് ഡേ 4 ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതൊരു ഇക്വേഷൻ ഡയറക്റ്റ് പഠിക്കാം. അതൊരു എക്സാമ്പിൾ ഞാനിപ്പം Z1 എന്ന് പറയുന്നത് എ പ്ലസ് ഐ ബി കൊടുക്കാന്ന് വിചാരിക്കുക. Z2 എന്ന് പറയുന്നത് സി പ്ലസ് ഐ ഡി ആന്ന് വിചാരിക്കുക. എങ്കിൽ Z1 ഇൻറ്റു Z2 എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതാണെങ്കിൽ ഇങ്ങനെ എഴുതാം: എ സി മൈനസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇക്വേഷൻ ഡയറക്റ്റ് പഠിക്കാം, പ്രൊഡക്റ്റ് ചെയ്യാനുള്ളത്. ഇനി അല്ലാത്ത പക്ഷം അങ്ങനെ പഠിക്കാനായിട്ട് താല്പര്യമില്ല എങ്കിൽ അല്ലാത്ത പക്ഷം ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. അതായത് ഇങ്ങനെ 3+ പ്രോബ്ലം വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. 3 + 3i ഇൻറ്റു 5 + 2i ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ നോക്കിയേ, ഇതിനെങ്ങനെ കേട്ടാ നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിൽ ഓൾജിബ്രയിൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണ പോലെ തന്നെ 3 × 5 എത്രയാ 15. പിന്നെ ഈ 3ഉം പോസിറ്റീവ് ആണ്, 5ഉം പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് 15 പോസിറ്റീവ് ആയത്. ഇനി 3 × 2i രണ്ടുപേരും പോസിറ്റീവ് ആണ്, സോ ദാറ്റ് ഇസ് 6i. അടുത്തത് ഈ 3iയും 5ഉം എത്രയാ രണ്ടുപേരും പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് 15i കൊടുക്കുക. പിന്നെ 3i × 2i എന്ന് പറഞ്ഞാൽ എന്താ വരാ, പോസിറ്റീവ് ആണ് കേട്ടാ. 3 × 2 6, i × i എന്താ വരാ, i² കൊടുക്കുക. അതായത് നമുക്കൊരു കാര്യം അറിയാം, ന്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ടിന്റെ ഉള്ളിൽ -1 ആണ്. സോ ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരാ, -1. അപ്പൊ 15 പ്ലസ് ഈ 15 ഇവർ രണ്ടുപേരും i ഉള്ളവരല്ലേ. 15 6 എത്രയാ 21i. പിന്നെ ഈ i² എന്ന് പറയുന്നത് എത്രയാ, -1 അല്ലേ. സോ ദാറ്റ് ഈസ് -6 ആയി മാറുന്നു. അപ്പം റിയൽ പാർട്ടുകൾ ഏതൊക്കെയാ, 15 - 6 വരും. 15 6 21 ആണ്. ഈ 21i വരും. 15ന്ന് 6 പോയി കഴിഞ്ഞാൽ 9, ദാറ്റ് ഇസ് 9 + 21i. ഇതിൽ നോക്കിയാൽ ഞാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യല്ല ചെയ്തിരിക്കണം. ഇനി നമുക്ക് ഇക്വേഷൻ ചെയ്യാം, കുഴപ്പമില്ല. അതായത് 3 + 3i തന്നെ എടുക്കാം. അതേപോലെ 5 + 2i എടുക്കാം. ഇതിനകത്ത് എ ഇത്, അതേപോലെ തന്നെ ബി 3 ആണ്, പിന്നെ സി എന്ന് പറയുന്നത് 5 ആണ്, ഡി എന്ന് പറയുന്നത് 2 ആണ്. നമ്മളുടെ Z1 × Z2 എന്താ, Z1 × Z2 എന്ന് പറയുന്നത് എന്താ, എ സി മൈനസ് ബി ഡി റിയൽ പാർട്ട് ആയിട്ട് വരും അല്ലെ, പ്ലസ് ഐ × എ ഡി പ്ലസ് ബി സി. കറക്റ്റ് അല്ലേ. എ × സി എന്ന് പറഞ്ഞാൽ എന്താ, എ 3 ആണ്, സി 5 ആണ്, സോ 15 മൈനസ് ബി × ഡി 3 × 2 6 പ്ലസ് ഐ × എ × ഡി, എ എത്രയാ 3, ഡിയോ 2 അപ്പൊ 6 അല്ലെ, പ്ലസ് ബി × സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 5 15. 15ന്ന് 6 പോയി കഴിഞ്ഞാൽ 9, 15 6 21. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ കൂടി തരാം. 5 + 2i ഇൻറ്റു 1 + 2i. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതാ ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മറ്റേ ഇക്വേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടാ. 1 × 5 5 ഒക്കെ പോസിറ്റീവാ. 5 × 2 10, സോ 10i. പിന്നെ 2i × 1 2i. ദെൻ ലാസ്റ്റ് വൺ 2i × 2i. 2 × 2 4, അത് നമ്മൾ എഴുതി. i × i i², i² വാല്യൂ -1 ഇട്ട് കൊടുക്കാം. അപ്പം 4ന് -4 ആയില്ലേ. സോ 5 - 4 പ്ലസ് 10 + 2 12, 12i. 5ന്ന് 4 പോയാൽ എത്രയാ 1 അല്ലെ. 1 + 12i. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഒരെണ്ണം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയേ. 3 + 6i ഇൻറ്റു 2 + i. അപ്പം ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇയാൾ എ ബി എടുക്കുമ്പോ i എടുത്തേക്ക് എഴുതിട്ടാ, ജസ്റ്റ് ആ നമ്പർ മാത്രം എടുക്കുക. അതായത് a = 3 കൊടുക്കുക, b = 6 കൊടുക്കുക, അതേപോലെ c = 2 കൊടുക്കുക, d = 1 കൊടുക്കണം, i കൊടുക്കരുത്, തെറ്റിക്കരുത്. ഓക്കെ, എന്നിട്ട് ഇതേ സെയിം കൺസെപ്റ്റ് വർക്ക്ഔട്ട് ചെയ്യും. അതാണ് നമ്മളുടെ ഡിവിഷൻ വരാൻ പോകുന്നത്. ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയാണ് ഡിവൈഡ്, ഡയറക്റ്റ് നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യായിരിക്കും സുഖം. അതായത് ചോദ്യം വന്നിട്ടേ ഡിവൈഡ് 3 + 2i ബൈ 2 + i ഇങ്ങനെ തന്നേക്കണം എന്നിരിക്കുക. ഇതിന്റെ അർത്ഥം എന്താ, 3 + 2i ഡിവൈഡഡ് ബൈ 2 + i ഇങ്ങനെയല്ലേ ഇതിന്റെ അർത്ഥം എഴുതുമ്പോ.
അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ A+IB ഫോർമാറ്റിലാക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അതായത് A+IB ഫോർമാറ്റിലാക്കലാണ് നമ്മുടെ ആവശ്യം. അതിനാക്കണമെങ്കിൽ അപ്പൊ എന്ത് ഫ്രാക്ഷൻ കണ്ടാലും ആ മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഡിനോമിനേറ്ററിന്റെ കോഞ്ചുഗേറ്റ്, ഡിനോമിനേറ്റർ എന്താണ് 2+i, അതിന്റെ കോഞ്ചുഗേറ്റ് എന്താ 2 - i അല്ലെ. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാ, മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി മുകളിൽ നോക്കിയേ 3+2i into 2 - i, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഇപ്പൊ തന്നെ പഠിച്ചതല്ലേ. ഡിനോമിനേറ്ററിൽ നോക്കിയേ അതും മൾട്ടിപ്ലിക്കേഷൻ തന്നെ കൊടുക്കാം നമുക്ക്. 2+i into 2 - i, അല്ലെങ്കിൽ നമുക്ക് അതിനെ A+IB അല്ലെ A+B-B ഇല്ലേ നമ്മുടെ, അത് വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇഷ്ടമുള്ള പോലെ. നമുക്കിപ്പോ തൽക്കാലം മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യാം കേട്ടാ. ഞാൻ മോഡുലസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടി പറഞ്ഞിട്ട് ഡിനോമിനേറ്ററിനെ സെറ്റ് ആക്കാം വേറെ രീതിയിൽ. ഇതൊക്കെ 3 × 2 6, 3 × കണ്ട അവിടെ -1 വേണ്ട, 3 × -i, ദാറ്റ് ഇസ് -3i, കാരണം 3 പോസിറ്റീവും i നെഗറ്റീവും, അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് വന്നത് കേട്ടാ. അടുത്തത് 2i × 2, ദാറ്റ് ഈസ് എന്താ പറയാ, പോസിറ്റീവ് ആയതുകൊണ്ട് 4i വന്നു. പിന്നെ ഓൾറെഡി ഒരു i ഉണ്ടല്ലോ, അതായത് 2i × -i, അപ്പൊ നെഗറ്റീവ് വന്നിട്ട് 2i². സിമിലർലി ഇവിടെ നോക്കൂ, 2 × 2 4, 2 × -i -2i, i × 2 +2i, പോസിറ്റീവ് അല്ല രണ്ടുപേരും. അടുത്തത് നെഗറ്റീവ് ഉണ്ട്, i² ഉണ്ട്. ശരിയല്ല, അതിൽ നോക്കിയേ നെഗറ്റീവ് 2iയും പോസിറ്റീവ് 2iയും ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഭംഗിയാക്കി എടുക്കാം. ഇവിടെ 6 എഴുതി, i² എന്താ നെഗറ്റീവ്, അവിടെ അതിന്റെ ഫ്രണ്ടിൽ 2ന്റെ ഫ്രണ്ടിൽ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ, സോ പോസിറ്റീവ് ആയി, അവിടെ അത് റിയൽ പാർട്ടായി. അപ്പൊ 6 + 2 ആയില്ലേ. അടുത്തത് -3i + 4i, എന്നാണ് 4ൽ നിന്ന് 3 മൈനസ് ചെയ്ത് എത്രയാ, i അല്ലെ, എത്രയല്ലേ ഉള്ളൂ. പിന്നെ താഴത്തോ 4 ഉണ്ട്, പിന്നെ -i², i² എന്നിട്ടാ -1, ഈ നെഗറ്റീവ് കൂടി ചേർന്നത് എന്തായി മാറി, പോസിറ്റീവ് ആയി മാറി. സോ 6 × 2 8 അല്ലെ, 8 + i ഡിവൈഡഡ് ബൈ 5, ഇത് നമ്മൾ ഭംഗിയാക്കുമ്പോ 8/5 + 1/5i. ഇപ്പൊ നോക്കിയേ A+IB ഫോർമാറ്റിലായില്ലേ, നേരത്തെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇതാണ് നമ്മളുടെ ഡിവിഷൻ വരുന്നത്. ഈ ടോപ്പിക് എന്ന് പറയുന്നത് മോഡുലസ് ആണ്. മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് സുഖമാണ്. അതായത് ഏതൊരു കോംപ്ലക്സ് നമ്പർ A+IB എന്ന് വിചാരിച്ചോ, ഈ A+IB എന്ന് പറയുമ്പോൾ അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം, അതായത് ഇതിനെ ഞാൻ Z എന്ന് വിളിക്കാന്ന് വിചാരിക്കാം. സോ Z എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, മോഡുലസ് ഓഫ് Z = √A² + B² ആണ്. ഇതാണ് നമ്മുടെ മോഡുലസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നമ്മളുടെ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള XY ആക്സിസിൽ ഇതിനൊക്കെ ഡിനോട്ട് ചെയ്യാനൊക്കെ പറ്റൂട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ Z എന്ന് പറഞ്ഞ A+IB അല്ലേ, അതിൽ ഇത് റിയൽ ലൈൻ ആയിട്ട് വിചാരിക്കും, ഇത് ഇമാജിനറി ലൈൻ ആയിട്ട് വിചാരിക്കും. അപ്പൊ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് A, B എന്ന് വിളിച്ചൂടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് X ആക്സിസിൽ A ദൂരവും Y ആക്സിസിൽ B ദൂരവും എടുത്തിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, A, B കൊടുക്കാം. എന്നിട്ട് 10ാം ക്ലാസ്സിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് നോക്കിയേ, ഇത് ഒറിജിനും അതേപോലെ തന്നെ ഒരു പോയിന്റ് AB അല്ലേ, ഡിസ്റ്റൻസ് എന്നാ കൊടുക്കാറ്, സാധാരണ നമ്മൾ ഉണ്ടാവുമല്ലോ x1, y1, അതേപോലെ തന്നെ x2, y2 തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താ ചെയ്യാറ്, √x2 - x1 2 + y2 - y1 2 അങ്ങനെ ചെയ്യാറില്ലേ. അതേപോലെ ഇവിടെ ചെയ്യ്, √A - 0², സോ A², B - 0², ദാറ്റ് ഇസ് B². കണ്ട, ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ആക്ച്വലി മോഡുലസ് എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യത്തില് മോഡുലസ് എന്നോ ലെങ്ത് എന്നോ ഡിസ്റ്റൻസ് എന്നോ മാഗ്നിറ്റ്യൂഡ് എന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് കണ്ടുപിടിക്കേണ്ടത് സെയിം ഈ മോഡുലസ് തന്നെയാണ് കേട്ടാ. അപ്പൊ ഒരു എക്സാമ്പിളിന് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. 6 + 8i എന്ന് പറയുന്നതിന്റെ Z കേട്ടാ. ഇതിന്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് √6² + 8². എത്രയത്, 6ന്റെ സ്ക്വയർ എത്രയാ, 36, 8ന്റെ സ്ക്വയർ 64, എത്രയാ ഉത്തരം വരുന്നത്, 100 അല്ലെ. √100 എത്രയാ, 10. സോ നമ്മളുടെ മോഡുലസ് എന്ന് പറയുന്നത് 10. ഈസിയാണ്. ഇനി നമുക്ക് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ ഫോർമുല ഉണ്ട്, അതും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിന്റെ ഭാഗം കംപ്ലീറ്റ് ആയി, പിന്നെ ഡിസ്റ്റൻസ് ഫോർമുലയുടെ ഭാഗം കൂടി ഉണ്ട് കേട്ടാ. അപ്പൊ ഓക്കെ, ഇത് ഞാൻ ഇവിടെ നിർത്താണ്. താങ്ക് യു.